ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ബീഗം ഫാഷൻ. അപ്പോൾ ഹണിമൂൺ ട്രിപ്പിലെ 5ാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന് നമ്മളുള്ളത്. കാശ്മീരാണ്. കാശ്മീരിലെ ഇന്ന് ഒട്ടുമിക്ക സ്ഥലങ്ങളും കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് പോകുന്നത് നമ്മൾ ഫസ്റ്റ് ദാൽ തടാകം, പിന്നെ നമ്മൾ സോനാമാർഗ്, പിന്നെ ഒരു മുസ്ലിം പള്ളിയുണ്ട്, ആ പള്ളിയിലോട്ടൊന്നും, പിന്നെ ഗാർഡൻ, അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു വിസിറ്റ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ദാൽ തടാകത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം രാവിലെ 7-7:30 ആ സമയമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബോട്ടിലോട്ട് കയറിയപ്പോൾ തന്നെ കാശ്മീരീസ് നല്ല കാവയായിട്ട് വരുന്നുണ്ടായിരുന്നു. എന്തായാലും കാശ്മീരിലെത്തിക്കഴിഞ്ഞാൽ ഒരു കാവ ടേസ്റ്റ് ചെയ്യണമല്ലോ. നമ്മൾ എവിടെ ചെന്നാലും അവിടുത്തെ ഫുഡുകളൊന്ന് ടേസ്റ്റ് ചെയ്യുക. അതാണ് എനിക്ക് ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ അതാണ് കേട്ടോ, ഫുഡ്. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ ഒരു അടിപൊളി കാവ മേടിച്ച് കുടിച്ചു. രാവിലെ തന്നെ അതുകൊണ്ട് നല്ല ഫീലായിരുന്നു കേട്ടോ. കുങ്കുമപ്പൂവ്, പട്ട, ഗ്രാമ്പു എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കാവ. അപ്പോൾ ഇതാണ് നമ്മുടെ സീറ്റ് കേട്ടോ. നല്ല രസമാണ് നമുക്ക് ഈ ഒരു ബോട്ടിൽ യാത്ര ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ 4-5 ബോട്ടിലാണ് കേട്ടോ യാത്ര പോകുന്നത്. ഇതൊരു ദാൽ തടാകം ഫുള്ളായിട്ട് ഇങ്ങനെ നമുക്ക് കവർ ചെയ്ത് വരും. ഒരു ഏകദേശം 1 മണിക്കൂറോളാണ് യാത്ര വരുന്നത്. അപ്പം നമുക്ക് എങ്ങനെ വേണേലും അതിൽ എൻജോയ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഇതിൽ ഇട്ട കുറേ വീഡിയോസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും, മാഷാ അല്ലാ എല്ലാം 4 മില്യൺ, 3 മില്യൺ, 2 മില്യൺ അങ്ങനെയൊക്കെ റീച്ച് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കാണാത്തവരൊക്കെ ഒന്ന് എടുത്ത് കാണാം കേട്ടോ. എൻ്റെ ഇക്കയുടെ നല്ല അടിപൊളി വീഡിയോസ് ഈ ദാൽ തടാകത്തിലുള്ളത് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഏറ്റവും അതിശയകരമായിട്ട് തോന്നിയത് SBIയുടെ ATM കൗണ്ടർ വരെ ഈ ദാൽ തടാകത്തിൻ്റെ ഉള്ളിലുണ്ടെന്നുള്ളതാണ്. പിന്നെ അവിടെയുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ. ഹോട്ടലുകളുണ്ട്, റെസ്റ്റിംഗ് പ്ലേസ് ഉണ്ട്, പിന്നെ ഇതുപോലെ ATM കൗണ്ടറുകൾ എല്ലാം ഉണ്ട് കേട്ടോ ഈ ദാൽ തടാകത്തിനകത്ത്. ഒരാൾക്കും ഈ ദാൽ തടാകത്തിനകത്ത് എത്തിപ്പെട്ടിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് പറയില്ല. എല്ലാ സംഭവം അവിടെ തന്നെയുണ്ട്. എന്തായാലും ലൈഫിൽ ഒരിക്കലെങ്കിലും വന്ന് എൻജോയ് ചെയ്യേണ്ട സ്ഥലമാണ് കാശ്മീർ. ഇനിയും ഇൻഷാ അല്ലാ എനിക്കൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാനൊക്കെ ഇൻഷാ അല്ലാ ഇനിയും വീണ്ടും വരാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ ഈ മാസം കൂടി പോകണമെന്നുണ്ടായിരുന്നു, നല്ല തണുപ്പത്ത്. പക്ഷെ ആ തണുപ്പത്ത് നമുക്കങ്ങനെ സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പോകാത്തത്. പിന്നെ അവിടുന്ന് ഒരു ചേട്ടൻ എനിക്ക് കുറച്ച് മുത്തുകളൊക്കെ തന്നാണ് കേട്ടോ. എന്ത് മുത്താണെന്ന് അറിയില്ല, പക്ഷെ അവർ പ്രസൻറ്റ് ചെയ്തപ്പോൾ ഞാൻ മേടിച്ച് വെച്ചു. നല്ല രസമുണ്ടായിരുന്നു മുത്തുകൾ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനും എനിക്ക് നല്ല ഒരുപാട് വീഡിയോസ് ഇവിടെ നിന്ന് എടുത്തു കേട്ടോ, നമ്മുടെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ 2 പ്രായമായ ഒരു അമ്മയും വാപ്പയും ഉമ്മയും ഇങ്ങനെ തോണി തൊഴിഞ്ഞു പോകുന്നത് എന്ത് ഭംഗിയാണെന്നറിയാം. അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈവായിട്ട് എൻജോയ് ചെയ്യണം. അങ്ങനെ 1 മണിക്കൂറത്തെ യാത്ര കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് സോനാമർഗിലേക്കാണ് കേട്ടോ. ഇവിടെയും വലിയൊരു താഴ്വരയാണ്. ഈ താഴ്വരയിൽ നമുക്ക് മഞ്ഞുമലകൾ ഒരുപാട് കാണാൻ പറ്റും. ഇച്ചിരിയും കൂടി അടുത്തുനിന്ന് കാണാം. അപ്പം നമ്മൾ നല്ല ചൂടായിട്ടോ. അപ്പം നമ്മൾ എന്തായാലും ഒരു തണ്ണിമത്തനൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞു. അത് ഈ ഒരു പ്ലേറ്റ് തണ്ണിമത്തന് 100 രൂപയേ ഉള്ളൂ കേട്ടോ. ഒരു ഫുൾ പ്ലേറ്റ് നമുക്ക് കിട്ടും. അത് നല്ല സാൾട്ടും പെപ്പറോട്ടും മിക്സ് ചെയ്തിട്ട് നമുക്ക് തരും. എത്രയൊക്കെ വെയിലുണ്ടെന്ന് പറഞ്ഞാലും നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഷോളും മഫ്ലെയറൊക്കെ ഇങ്ങനെ മൂടിയിട്ടുള്ളത് കേട്ടോ. നല്ല രസമാണ് അവിടെ കാണാൻ. പിന്നെ ഫുള്ള് കുതിരകളാണ്, നിറച്ച് കുതിരകൾ. പിന്നെ ഇതിങ്ങനെ വലിയൊരു ഹില്ലാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ഷൂട്ടിങ് നടക്കുന്നതാണ്. അപ്പോൾ ഈ ഹില്ല് കയറി ഇറങ്ങിയ നല്ലൊരു താഴ്വരയാണ്. ഇച്ചിരി റിസ്ക്കാണ്, പക്ഷേ ഇക്ക പറഞ്ഞു ഞാൻ കയറുകയാണ്, നല്ല രസമായിരുന്നു. ഇക്കിങ്ങനെ മുകളോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ കണ്ടില്ലേ, ഇതെല്ലാം ഒരുപാട് അടിപൊളി ഫ്ലവേഴ്സാണ് കേട്ടോ. നല്ല നല്ല പൂക്കൾ, കുഞ്ഞു കുഞ്ഞു ചെടിയിൽ കുഞ്ഞു കുഞ്ഞു പൂക്കൾ, നല്ല ഭംഗിയുണ്ട്. എനിക്കിങ്ങനെ പറിച്ചിട്ട് സങ്കടം തോന്നുന്നുണ്ടായിരുന്നു, പക്ഷെ കാണിക്കാൻ വേണ്ടി ഞാൻ പറിച്ചത് കേട്ടോ. ഇതിൻ്റെ ചെടി കൊണ്ടുവരണം എന്നുണ്ട്, പക്ഷെ കൊണ്ടുവന്നാലും ഇവിടെ എത്തുമ്പോഴേക്കും നശിച്ചു പോകും. കാരണം അവിടെ അത്ര തണുപ്പത്താണ് ഇതൊക്കെ ഉണ്ടാവുന്നത് കേട്ടോ. ഇവിടെ അത് ഉണ്ടാവുമോ എന്നറിയില്ല. പിന്നെ ഇതും നമ്മുടെ വയനാട്ടിൽ ഈ ചെടി കുറേ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ കാശ്മീരിൽ ഏറ്റവും കൂടുതലുള്ളത് കുങ്കുമപ്പൂവിൻ്റെ ചെടിയാണ്. നമുക്ക് അവിടെ പോയി കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ചെന്ന സമയത്ത് വിത്തിട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഇത് വിളവെടുക്കുന്നത്. ആ സമയത്ത് പോയാലും നമുക്കിത് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ എന്നെ ഒരു കുതിരയിൽ കയറ്റാൻ വേണ്ടി കുതിരക്കാരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഭാഗങ്ങളൊക്കെ നല്ല മഞ്ഞുള്ള സമയത്ത് മൊത്തം മൂടിപ്പോകും കേട്ടോ. ഇത് വാൾനട്ടിൻ്റെ ചെടിയാണ്. വാൾനട്ട് ചെടിയിൽ നിന്ന് ഞാൻ 2-3 കായകളൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിതേ ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. ഇനി നമ്മൾ പോകുന്നത് പിന്നെ ഈ ഒരു പള്ളിയിലോട്ടേക്കാണ് കേട്ടോ. പള്ളിയുടെ ഉള്ളിൽ കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പം ഞങ്ങളിത് പുറത്ത് നിന്ന് തന്നെ വീഡിയോസൊക്കെ എടുക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പള്ളിയാണ് കേട്ടോ. ഭയങ്കര സൈലൻ്റ് ആയിരിക്കണം. അതൊക്കെയാണ് അവിടെ ഒരു കാശ്മീരിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അധികം ബഹളങ്ങളൊന്നുമില്ല, നല്ല സൈലൻ്റാണ്. ഇവിടെ പോയി കഴിഞ്ഞാൽ നല്ല സൈലൻ്റാണ്. പിന്നെ ഇതിൻ്റെ ചരിത്രങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ചരിത്രമൊന്നും പണ്ടേ കേൾക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അധികമൊന്നും ഞാൻ അത്ര ബോധേഡ് ആയിട്ടില്ല. പിന്നെ കണ്ടില്ലേ ഇവിടുത്തെ
പൂക്കളൊക്കെ ഭയങ്കര വലുപ്പമാണ് കേട്ടോ. റോസാണിത്, നല്ല വലുപ്പമുള്ള റോസാണ്. ഇക്കാണെങ്കിൽ പൂക്കൾ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കും ഒത്തിരി ഇഷ്ടമാണ്. ഒരു സാധാരണ പള്ളിയുടെ അറ്റ്മോസ്ഫിയർ ഒന്നല്ല. നമ്മൾ ഡൽഹിയിൽ പോയ ഒരു പള്ളിയുടെ ഫ്രണ്ട് സൈഡ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഒരുപാട് റഷായിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെ ഭയങ്കര സൈലൻ്റ് ആണ്. ഒരുപാട് ജനങ്ങൾ ഉണ്ടെങ്കിലും കൂടി ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ്. ഡൽഹിയും കാശ്മീരും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സൈലൻറ്റ് പീപ്പിൾസാണ് കേട്ടോ ഈ കാശ്മീരുള്ളത്. ഭയങ്കരമായിട്ട് എല്ലാവരും നല്ല ചിരിച്ച മുഖത്തോടു കൂടിയാണ് അവിടെ ഉള്ളവരൊക്കെ നിൽക്കുന്നത്. ഇതൊക്കെ ഒരു വെറൈറ്റി പൂക്കളാണ്. അവിടെ ഞങ്ങൾ പോയവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോസ് എടുത്ത് ഞാനും ഇരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് പൂക്കളോട് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് രണ്ടുപേരും മാറി മാറി നിന്ന് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിന്ന് ഫോട്ടോസ് എടുക്കുമായിരുന്നു. പിന്നെ ഇത് ഈ ലില്ലിപ്പൂ ഉണ്ടല്ലോ, ലില്ലി എന്നാണ് ഞങ്ങൾ പറയണേ. ഇത് നമ്മുടെ വയനാട്ടിലെ പൂപ്പൊലിയിൽ ഇതിൻ്റെ പല വെറൈറ്റീസ് കണ്ടിരുന്നു. പിന്നെ ഇതാണ് പള്ളിയുടെ ഉൾഭാഗം. നമ്മൾ ഓരോ എടുത്തിട്ടാണ് പള്ളിക്കകത്ത് കയറിയത് കേട്ടോ. കാരണം ഒരു സുന്നത്ത് നിസ്കാരം വേണ്ടി നിസ്കരിക്കുക എന്നുള്ള രീതിയിൽ പള്ളിക്കകത്ത് കയറിയത്. പിന്നെ അവിടെ മുസ്ലിം എങ്ങനെ വിരിച്ചിരിക്കുന്നതാണ് എന്തൊരു ഭംഗിയാണെന്നറിയോ. ഈ തൂണുകൾ 1000 തൂണുകളുണ്ട് കേട്ടോ. ഇതുപോലത്തെ എല്ലാം തന്നെ ഒരൊറ്റ മരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള തൂണുകളാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ബസ് കയറി ചെറീസൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങളിതേ പോകുന്നത് ഗാർഡനിലോട്ടാണ്. ഇതിനെ റോസ് ഗാർഡൻ തന്നെ കേട്ടോ പറയുന്നത്. കാരണം ഇതിനകത്ത് ഏറ്റവും കൂടുതലുള്ള റോസാ പൂക്കളാണ്. അതും നല്ല നല്ല വലിയ പൂക്കളാണ് കേട്ടോ. ഓരോ ചെടി നമ്മളെക്കാൾ ഹൈറ്റ് ഉണ്ട്. അതുപോലെ പൂക്കളാണെങ്കിൽ ഒരുപാട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഈ റോസ് നമ്മുടെ നാട്ടിൽ കൊണ്ടുപോയി നട്ട് കഴിഞ്ഞാൽ ഇത്രയും പൂക്കളുണ്ടാവുമോ എന്ന് ചോദിച്ചു. പൂക്കളുണ്ടാവും, പക്ഷെ ഇത്ര വലിപ്പം കാണില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഗാർഡനും അത്യാവശ്യം നല്ല നീറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ജനങ്ങളൊന്നുമില്ല, ഈവനിങ് സമയത്താണ്. പിന്നെ ഇവിടെ തന്നെ എന്താ പറയുക, ഈ സൂര്യ അസ്തമയം കാണാമെന്ന് പറഞ്ഞു. പിന്നെ ഇത് അവിടെ ഫുള്ള് ഫോട്ടോസും വീഡിയോസും എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. റോസ് കണ്ടിട്ട് ആൾക്ക് വിട്ടുകൊടുക്കാൻ തോന്നുന്നില്ല, ഫുൾ ഫോട്ടോസ്. പിന്നെ ഈ കാണുന്ന കാശ്മീരി ഡ്രസ്സസ് റെൻറ്റിന് തരുന്നതാണ് കേട്ടോ. ഇതിട്ട് നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാം. അപ്പോൾ ഒരു സിംഗിൾ ഫോട്ടോന് അവർ മേടിക്കുന്നത് 300 രൂപ 400 രൂപയൊക്കെയാണ്. പക്ഷെ നമുക്ക് ഡ്രസ്സ് മാത്രം റെൻറ്റലായിട്ട് കിട്ടും കേട്ടോ. 100 രൂപ കൊടുത്താൽ റെൻറ്റലായിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ ഒരു ഡ്രസ്സ് മേടിച്ചു. തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഭയങ്കര ടയേർഡ് ആയതുകൊണ്ട് ഫോട്ടോസ് വലിയ ക്ലിയർ ഒന്നുമില്ല. പക്ഷെ നമ്മുടെ ആഗ്രഹം സാധിച്ചു. അങ്ങനെ കാശ്മീരി ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഇത് ഈവനിങ് ടൈമായി, ശരിക്കും സൺസെറ്റ് കാണാൻ പറ്റിയൊരു സമയമാണ്. അപ്പോൾ ഇക്കയുടെ ഫോണിൽ ഇക്ക സൺസെറ്റ് ഇങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ. അതിൻ്റെ അപ്പുറത്ത് വലിയ തടാകമാണ്. നമ്മൾ രാവിലെ പോയ തടാകമാണ് ഈ കാണുന്നത്. അതിൻ്റെ ഒരു ബാക്ക് സൈഡ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. ഇക്കാസ് കുറേ വീഡിയോസൊക്കെ എടുത്തു. അടിപൊളി വൈബായിരുന്നു. ഈവനിങ് സമയത്ത് നമുക്ക് നല്ല തണുപ്പ് വരുന്നുണ്ട്. ഞാൻ സ്വെറ്ററൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇവിടെ അത്ര തണുപ്പില്ല എന്നായിരുന്നു രാവിലെ നമുക്ക് തോന്നി. അപ്പോൾ സ്വെറ്റർ എടുത്തില്ല. പക്ഷേ ഈവനിങ് ആയപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പായിട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ കാശ്മീർ യാത്ര കിടു ആയിരുന്നു കേട്ടോ. കാശ്മീരിലെ കാഴ്ചകളൊക്കെ ഏകദേശം തീർന്നു. അപ്പം ഞങ്ങളിത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. നല്ല തണുപ്പാണല്ലോ, അപ്പോൾ എന്തെങ്കിലും ചൂടായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇക്ക ബജിയൊക്കെ കഴിച്ചു. പിന്നെ എനിക്ക് പാനിപൂരിയാണ് കൂടുതൽ ഇഷ്ടം. നോർത്ത് ഇന്ത്യനാണ് എനിക്കിഷ്ടം. അതാണ് ഞാൻ അവിടുന്ന് പാനിപ്പൂരി വയ്ക്കുക. അപ്പോൾ പാനിപ്പൂരി ഉണ്ടാക്കുന്ന ഈ ചേട്ടനോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പുള്ളി കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. പാലക്കാട് വന്നിട്ട് അവിടെ ഏതോ ഒരു ഫെസ്റ്റിവൽ എന്ന് വെച്ചാൽ ഒരു ഉത്സവത്തിന് പങ്കെടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും ഒരു ചെറി ബോക്സ് മേടിച്ചിട്ട് 2-3 ബോക്സ് ഞങ്ങൾ അവിടെ വന്നേ പിന്നെ വാങ്ങിച്ചു. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ഈ ചെറി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല പുളിയും എന്നാൽ അത്ര തന്നെ മധുരമുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ. ഇതിങ്ങനെ ചെറി എന്നാണ് പറയുന്നത്. പിന്നെ ഇത് ഞാൻ അവിടെ ഒരു പേപ്പറൊക്കെ വിരിച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അവിടെ തൊട്ടടുത്ത് മലായി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. നല്ല പാൽ വെച്ചിട്ട് മലായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പാൽ അരിച്ചൊഴിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ മലായും കഴിച്ചു. പിന്നെ നമ്മുടെ എല്ലാ ഫ്രണ്ട്സും കൂടി വന്നപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ഡിന്നർ കഴിക്കാൻ പോയി കേട്ടോ. അപ്പം സാധാ ഫുഡാണ്, ചോറ്, സാമ്പാർ, പപ്പടം അങ്ങനെയൊക്കെ. പക്ഷെ നമ്മുടെ കേരള സ്റ്റൈലല്ല, ഒരു നോർമൽ സ്റ്റൈൽ. പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു. അത് നമ്മുടെ കേരള സ്റ്റൈലിൽ ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ. പിന്നെ കുറച്ച് ചില്ലി ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചില്ലി ചിക്കനും വലിയ കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി ടേസ്റ്റൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പിരിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ കാശ്മീർ യാത്രയും ഡൽഹി യാത്രയൊക്കെ കിടിലനായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസ് കാണാത്തവരൊക്കെ എടുത്ത് കാണുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹണിമൂൺ ട്രിപ്പിൻ്റെ വീഡിയോസ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു ഫോർ വാച്ചിങ് ബീഗം ഫാഷൻ. താങ്ക് യു ഓൾ. ബൈ. ടേക്ക് കെയർ ഓൾ.